Hey guys, welcome back to our channel. Guys, welcome back to another trailer reaction. Guys, ഹൃദയപൂർവ്വം എന്ന് പറയുന്ന മൂവി ലാലേട്ടൻ സത്യനന്ദിക്കാട് കൂട്ടുകളിൽ ഇറങ്ങാൻ പോകുന്ന പുതിയ മൂവിയാണ് ഹൃദയപൂർവ്വം. സോ അതിന്റെ ഒഫീഷ്യൽ ട്രെയിലർ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ ഈ ആഴ്ചയിലാണ് പടം ഇറങ്ങുന്നത്. ഐ തിങ്ക് വ്യാഴാഴ്ചയാണെന്ന് തോന്നുന്നു. എന്താ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ ഗൈസ്, അപ്പോൾ അതിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. ഒരു 1 hour ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ ലെറ്റ്സ് വാച്ച് ദ ഒഫീഷ്യൽ ട്രെയിലർ ഓഫ് ഹൃദയപൂർവ്വം ഗൈസ്. നമ്മൾ മറച്ചു വെക്കുന്ന ഒരു കാര്യം, അത് നമ്മൾ പോലും അറിയാതെ വാതിൽപ്പഴുതിലൂടെ കടന്നു വരുന്ന ഒരു കാറ്റ് പോലെ നമ്മളെ വന്ന് തലോടുകയും, അത് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കാത്തൊരു കാറ്റാകും. അതിന്റെ അഗാധമായ ആർദ്ര തലങ്ങളിൽ നമ്മൾ ഒന്ന് ആടി ഉലയുകയും നമ്മൾ തന്നെ അറിയാതെ ചിലപ്പോ ചതറി പതറി നിൽക്കുന്ന ഒരു അവസ്ഥയില്ലേ? ആ അവസ്ഥയിലാണ് ഞാൻ. ലാലേട്ടൻ എന്ത് പറ്റി? എന്താണ് അവസ്ഥ? ഒരു പ്രശ്നം ഒന്നും കൂടെ ആശീർവാദ പ്രസൻസ്. കാര്യം കൂടെ പറഞ്ഞു. അമ്മ ആ അങ്കിളിനെയാണ് കെട്ടിയിരുന്നെങ്കിലേ എനിക്ക് കുറച്ചുകൂടെ ഭംഗിയുള്ള ഒരു അച്ഛനെ കിട്ടിയെന്നു. എനിക്ക് ഈ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് എന്താണ് മനസ്സിലായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കല്യാണം കഴിക്കാത്ത നമ്മുടെ ലാലേട്ടൻ്റെ ക്യാരക്ടർ. പുള്ളി ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. മേ ബി ചിലപ്പോൾ എന്തെങ്കിലും പ്രേമ നൈരാശ്യം കൊണ്ട് ചിലപ്പോൾ കല്യാണം കഴിക്കാത്തതായിരിക്കാം. ഒന്നെങ്കിൽ ഈ പഴയ ഒരു കാമുകിയുടെ മകളായിട്ടൊരു ക്യാരക്ടർ വരുന്നു. ആ ക്യാരക്ടറായിട്ടാണ് തോന്നുന്നു മറ്റേ പുള്ളിക്കാരി മാളവികയുടെ ക്യാരക്ടർ വരുന്നത്. അങ്ങനെ ചിലപ്പോൾ ലാലേട്ടൻ്റെ പഴയ കാമുകിയായിരുന്നായിരിക്കാം ചിലപ്പോൾ. സോ ഇനിയും ചിലപ്പോൾ നീത പ്ലസ് ലാലേട്ടൻ്റെ പഴയ പ്രേമം പൂവണിയുന്നതാണോ അതോ ഇനി പഴയ കാമുകിയുടെ മോളെ ചിലപ്പോൾ ലാലേട്ടൻ കല്യാണം കഴിക്കുന്നതാണോ? ഇനി അതൊന്നും അല്ലാതെ ചിലപ്പോൾ ഇനി ലാലേട്ടൻ്റെ മകളാണോ ഇനി മാളവിക? പക്ഷെ കൊള്ളാം, നല്ല ഫീൽ ഗുഡാണ്. സംഗീതിൻ്റെ ക്യാരക്ടർ കേസ്. പ്രേമലുവിനകത്ത് മറ്റേ നസ്ലീനും സംഗീതം തമ്മിലുണ്ടായിരുന്ന ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ മണ്ടൊക്കെ നിൽക്കുന്നൊരു കെമിസ്ട്രി ആയിട്ടാണെന്ന് തോന്നുന്നു സംഗീതം ലാലേട്ടനോടൊക്കെ വരാൻ പോകുന്നത്. സോ മറക്കണ്ട മനി ഈ ആഴ്ചയിലാണ് പടം ഇറങ്ങുന്നത് ഹൃദയപൂർവ്വം. സത്യനന്ദിക്കാട് ആക്ച്വലി ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടു പടത്തിൻ്റെ പേരിട്ടത് ലാലേട്ടനാണെന്ന്. ഒരു അവാർഡ് ഫംഗ്ഷനിൽ ഇരുന്നാണ് ഈ സ്റ്റോറി പറയുന്നത്. ലാലേട്ടനാണ് ചോദിക്കുന്നത് ഇതുപോലെ ഈ പടത്തിന് ഹൃദയപൂർവ്വം എന്നുള്ള പേരിട്ടാൽ പോരെ എന്ന്. പിന്നെ ഈ ഹൃദയപൂർവ്വം എന്ന് എഴുതിയേക്കുന്നത് അത് ലാലേട്ടൻ തന്നെ എഴുതിയ ആ ഒരു ലാലേട്ടൻ്റെ കൈപ്പടൽ എഴുതിയതാണ് നമ്മളെ കാണുന്ന ടൈറ്റില്. സോ യെസ് ഗൈസ്, എന്തായാലും ഈ ആഴ്ചയാണ് പടം ഇറങ്ങുന്നത് നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ ഫീൽ ഗുഡ് പടമായിട്ടുള്ള ഹൃദയപൂർവ്വം കാണാനായിട്ട്. സോ ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.